ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ വെളുപ്പാം രാവിലെ 5:30 ആയിട്ടുണ്ട്. അപ്പം നമ്മൾ ഇന്നൊരു 1 ഡേ ട്രിപ്പിന് പോവുകയാണ്. അപ്പം 4:30 ഇറങ്ങണമെന്നാണ് വിചാരിച്ചിരുന്നത്, പക്ഷേ കഴിഞ്ഞില്ല. ഇതെപ്പോഴും ഉള്ള ഒരു പ്രശ്നമാണ്. എല്ലായിടവും നേരത്തെ പോകണമെന്നൊക്കെ വിചാരിക്കും, പക്ഷേ രാവിലെ എണീക്കുകയും ചെയ്യും. പക്ഷേ സമയത്തിനൊത്ത് പോകാനും പറ്റത്തില്ല, 1 മണിക്കൂറെങ്കിലും വൈകും. അപ്പം നമ്മൾ പോത്തങ്കോട് എത്തിയൊക്കെയാണ്. പോത്തങ്കോട് സാധാരണ നല്ല തിരക്കല്ലേ, ഭയങ്കര ബഹളമായിട്ട്. ഇപ്പോൾ വെളുപ്പാങ്കാലമായപ്പോൾ നല്ല ശാന്തമായിട്ട് കിടക്കുന്നു. പോത്തങ്കോട് ഇങ്ങനെ ഉറങ്ങിക്കിടക്കുന്നത് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് കേട്ടോ. അതുപോലെ തന്നെ രാവിലെ നല്ല ഇളം തണുപ്പിൽ യാത്ര ചെയ്യാൻ നല്ല സുഖമല്ലേ. എനിക്ക് ഭയങ്കര ഇഷ്ടം ഇങ്ങനെ കാറിൻ്റെ ഗ്ലാസ്സൊക്കെ താത്തിട്ടിരുന്ന് വെളുപ്പാങ്കാലത്ത് ഇങ്ങനെ യാത്ര പോകാനായിട്ട്. പക്ഷേ കാറിൻ്റെ ഗ്ലാസ് താത്തിടാൻ സമ്മതിക്കത്തില്ല. വേറൊന്നും കൊണ്ടല്ല, ഈ ഗ്ലാസ് താത്തിടുമ്പോൾ കാറിനകത്ത് നിറയെ പൊടിയാവും. പിന്നീട് അതുമല്ല, ഈ രാത്രിയിലും വെളുപ്പിനെയൊക്കെ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ ഈ റോഡ് സൈഡിലൊക്കെ നിൽക്കുന്ന നായ്ക്കുട്ടികളുണ്ടല്ലോ, അത് നമ്മുടെ നേരെ ഇങ്ങനെ കുരച്ചുകൊണ്ട് വരത്തില്ലേ ഗ്ലാസ്സിനകത്ത്. ചിലപ്പോൾ അറിയാൻ പറ്റത്തില്ല, അത് ചാടി ഇങ്ങനെ ഗ്ലാസ്സിനകത്ത് അങ്ങനെ കയറി പിടിച്ചു കഴിഞ്ഞാൽ. അതുകൊണ്ട് നമ്മൾ ഗ്ലാസ് അങ്ങനെ തുറന്നിടത്തതേയില്ല. എങ്കിലും നല്ല രസമല്ലേ നമ്മൾ നല്ല പാട്ടൊക്കെ കേട്ടിങ്ങനെ പോകാനായിട്ട്. ഗ്ലാസ് ഒന്നും താഴ്ത്തിടാതെ നമ്മളിങ്ങനെ പാട്ടും കേട്ടുകൊണ്ട് യാത്ര തുടർന്നുകൊണ്ടേയിരുന്നു. അപ്പോഴത്തേക്ക് നമ്മുടെ സൂര്യൻ ചേട്ടൻ ഉദിച്ചുണർന്ന് റോഡിലെല്ലാം നല്ല പടർത്തി. അങ്ങനെ പിന്നെ എല്ലാവർക്കും വിശപ്പായി. അപ്പോൾ ഞായറാഴ്ചയല്ലേ, അപ്പോൾ കണ്ട ഒരു കടയിൽ പെട്ടെന്ന് അങ്ങ് കയറി. ഇനി അങ്ങോട്ട് കട തുറന്നിട്ടില്ലെങ്കിലോ എന്ന് കരുതി. അപ്പോൾ അമ്മാളുവിന് പ്ലെയിൻ ദോശ മതി എന്ന് പറഞ്ഞ് അങ്ങനെ പ്ലെയിൻ ദോശ ഓർഡർ ചെയ്ത് എനിക്കും അമ്മയ്ക്കും ചേട്ടനും കൂടെ ഇടിയപ്പവും മുട്ടക്കറിയും ഓർഡർ ചെയ്ത്. അപ്പോൾ ഇടിയപ്പവും മുട്ടക്കറിയും അത്ര പോരായിരുന്നു കേട്ടോ. പക്ഷേ അമ്മാളുവിൻ്റെ ദോശ കഴിച്ചപ്പോൾ അടിപൊളിയായിരുന്നു. ചായ അടിപൊളിയായിരുന്നു, നല്ല ചായ ആയിരുന്നു. പിന്നെ ഞങ്ങൾ കോട്ടയം എത്തി. കോട്ടയത്ത് നമ്മൾ നോക്കിയപ്പോൾ ആദ്യമേ നല്ല വലിയൊരു പാലം. അപ്പോൾ നമ്മൾ നേരെ പോകുന്നത് എവിടെയാണ്? മലരിക്കലാണ്. മലരിക്കൽ അറിയാമോ? നമ്മുടെ ആമ്പൽപ്പൂക്കളുടെ നാട്. അപ്പോൾ അങ്ങോട്ടാണ് നമ്മൾ പോകുന്നത്. പക്ഷേ ഞങ്ങൾ അവിടെ എത്തിയപ്പോഴത്തേക്ക് വെയിലൊക്കെ നല്ല വൃത്തി ഉദിച്ചു തുടങ്ങി കേട്ടോ. ഇത് നല്ലൊരു അത്യാവശ്യം വലിയ പാലമാണ്. അപ്പോൾ തോടും കായലും കൂടെ ചേർന്നാണെന്ന് തോന്നുന്നു. ഇടയ്ക്ക് ഒരു റോഡ് പോലുണ്ട്. അപ്പോൾ 2 സൈഡിലും ഇതേപോലെ തന്നെ കിടക്കുന്നു. പിന്നീട് അങ്ങോട്ട് നല്ലൊരു റോഡാണ്, നല്ല ഭംഗിയുണ്ട് ഈ റോഡ് കാണാൻ. 2 സൈഡും നല്ല സൈഡും വലിയ കായലുണ്ട്, നടുക്കാണ് ഈ റോഡ്. അപ്പോൾ എനിക്ക് തോന്നി ഈ മഴ പെയ്യുമ്പോൾ നല്ല വെള്ളം കയറുമ്പോഴത്തേക്ക് ഈ റോഡ് ഫുള്ള് മുങ്ങുമെന്നാണ് തോന്നുന്നത്. അപ്പോൾ കുറേ ഭാഗത്ത് ചില ചേട്ടന്മാർ നിന്ന് ചൂണ്ടയിട്ടുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ദാ കുറച്ച് പക്ഷികൾ എനിക്ക് ദേശാടന കിളികളാണോ എന്തുവാണെന്നൊന്നും അറിയത്തില്ല. എന്തായാലും അവ തീറ്റി തേടി പോവുകയാണെന്ന് മനസ്സിലായി. രാവിലെ എണീറ്റതല്ലേ, ഫുഡ് കഴിക്കാനായിട്ട് തന്നെ പോവുമായിരിക്കും. അപ്പോഴത്തേക്കും ദാ അടുത്ത പാലം. അപ്പോൾ വേമ്പനാട്ട് കായലാണ് കോട്ടയത്തിന് ചുറ്റുപെട്ട് കിടക്കുന്നത്. അതുകൊണ്ട് തന്നെ നല്ല കരിമീനും ഞണ്ടും കക്കയൊക്കെ കിട്ടുമായിരിക്കും അല്ലേ. കിട്ടുമായിരിക്കും എന്നല്ല, കിട്ടും. നമ്മൾ കേട്ടിട്ടില്ലേ കുമരകത്ത് ഒരുപാട് ടൂറിസ്റ്റുകൾ വരുന്നത് ഇവിടെ അല്ലേ. അപ്പം നല്ല ഫുഡൊക്കെ അടിക്കാനൊക്കെ പറ്റിയ സ്ഥലമാണ്. നിങ്ങൾ കരുതുമായിരിക്കും എനിക്ക് എപ്പോഴും ഫുഡിൻ്റെ കാര്യം പറച്ചിലാണെന്ന്. എനിക്ക് ഫുഡെന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ഒരുപാട് വീഡിയോയിലും പറഞ്ഞിട്ടില്ല, എനിക്ക് ഫുഡിനോട് ഭയങ്കര കൊതിയാണ്. പിന്നീട് കോട്ടയത്തിന് ഒരു പ്രത്യേകതയും കൂടെ ഉണ്ട് കേട്ടോ. നമ്മുടെ അക്ഷരനഗരി എന്നറിയപ്പെടുന്ന നമ്മുടെ കോട്ടയല്ലേ. അപ്പോൾ നമ്മുടെ അക്ഷരനഗരിയാണ്. അക്ഷരനഗരിയുടെ കാര്യം പറഞ്ഞപ്പോഴാണ് ഒരു കാര്യം ഓർമ്മ വന്നത്. എൻ്റെ ചേട്ടനല്ലേ, ചേട്ടൻ കോട്ടയം പൂഞ്ഞാറ് എഞ്ചിനീയറിംഗ് കോളേജിലാണ് പഠിച്ചിരുന്നത്. പിന്നീട് വന്നു കഴിഞ്ഞപ്പോഴാണ് കോട്ടയം എന്ന് പറയുന്ന ഒരു ടൂറിസ്റ്റ് പ്ലേസാണ്. പക്ഷെ നോക്കേ, നമ്മുടെ റോഡിൻ്റെ ദയനീയ അവസ്ഥ നോക്കേ. എല്ലായിടവും കുണ്ടും കുഴിയും എല്ലാം ആയിട്ട്. തോന്നുന്നു നമ്മുടെ നാട്ടിലെ ഇങ്ങനെയൊക്കെ കാണാൻ കഴിയത്തുള്ളൂ. അപ്പം നമ്മൾ കുറച്ച് അങ്ങോട്ട് ചെന്നപ്പോഴത്തേക്ക് അവിടെ ഒരു ഫ്ലെക്സ് വെച്ചിരിക്കുകയാണ്. റോഡിനെ പറ്റി കളിയാക്കി തന്നെയാണ്. ഏതാണ്ട് കുഴിമന്തിന്നോ അങ്ങനെയൊക്കെ എന്തൊക്കെയോ കളിയാക്കി കുറേ എഴുതിയിട്ടുണ്ട്. പിന്നീട് കുറച്ച് മുന്നോട്ട് ചെല്ലുമ്പോഴത്തേക്ക് അവിടെ പോസ്റ്റർ വെച്ചേക്കുന്ന റോഡ് പണി പുരോഗമിക്കുന്നു എന്ന്. പക്ഷെ നമ്മൾ നോക്കിയിട്ട് ഒരു പുരോഗമനവും അവിടെ കാണുന്നില്ല. പിന്നീട് കുറേ ദൂരം കഴിഞ്ഞപ്പോൾ നമ്മൾ മലരിക്കൽ എത്തിയിരിക്കുകയാണ്. പക്ഷേ പിന്നെ ഒരു കാര്യമുണ്ട് കേട്ടോ, ഇവിടെ ഭയങ്കര പറ്റിപ്പാണ്. ഇവിടെ ചെന്നപ്പോൾ കുറേ കാറ് പാർക്ക് ചെയ്തിട്ടേക്കുന്നുണ്ട്. അത് പറ്റിക്കപ്പെട്ടവരുടെ കാറ് പാർക്ക് ചെയ്തേക്കുകയാണ്. കാരണം എന്ന് വെച്ചാൽ അവിടെ ചെല്ലുമ്പോഴത്തേക്ക് നമ്മളെ ക്യാൻവാസ് ചെയ്യാൻ കുറേ പേര് കാണും. എന്നിട്ട് അവർ വന്ന് പറയും കാർ ഇവിടെ പാർക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ, അങ്ങോട്ട് പോകാൻ പറ്റത്തില്ല, ഭയങ്കര പാടാണ്, ചെളിയാണെന്നൊക്കെ പറയും. എന്നിട്ട് പറയും പൂവൊക്കെ തീർന്ന് നിങ്ങളൊരു കാര്യം ചെയ്യും, നിങ്ങൾ ഞങ്ങളുടെ കൂടെ വാ, കുറച്ച് നടന്ന് കാണിക്കുക. അതിനുശേഷം നമുക്ക് ഒരു ബോട്ടുണ്ട്, ബോട്ട് പിടിച്ച് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫുള്ള് കാണിക്കുക, 1500 രൂപയാണെന്ന് പറഞ്ഞു. അപ്പോൾ അതിനകത്ത് ഒരാൾക്കോ 2 പേർക്കോ 6 പേർക്കോ എങ്കിലും കയറാം, അതിന് 1500 രൂപയുള്ളതെന്ന് പറഞ്ഞു. അങ്ങനെ നമുക്കൊരു സംശയം തോന്നി. വണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നുണ്ട്, ബസ് പോകുന്നുണ്ട്. പിന്നീട് അവിടുന്ന് വരുന്നവരെല്ലാം പൂവും കൊണ്ട് വരുന്നത്. അവർ നമ്മുടെ അടുത്ത് പറഞ്ഞാൽ പൂ പിച്ചാനൊന്നും പറ്റത്തില്ലെന്നല്ലേ.
അതിന് ചേട്ടൻ കുറച്ച് പിള്ളേരുടെ അടുത്ത് ചോദിച്ച് അല്ലെ അങ്ങോട്ട് പോകാൻ പറ്റുമെന്ന്. അപ്പോൾ അവർ പറഞ്ഞു ഒരു പ്രശ്നവും അങ്ങ് അറ്റം വരെ പോകാം, ഫോട്ടോ എടുക്കാം, പൂമ്പിച്ചാമെന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ ഞങ്ങൾ പാർക്ക് ചെയ്ത സ്ഥലത്ത് നിന്ന് ചേട്ടൻ പോയി കാർ എടുത്തുകൊണ്ട് വന്നു. അപ്പോഴത്തേക്ക് ഇതാ അടിപൊളി പാടം നിറയെ പട്ട് വിരിച്ച കണക്ക് പൂക്കൾ, എന്ത് ഭംഗിയായിരുന്നു കാണാനായിട്ട്. അങ്ങനെ ഞങ്ങൾ അത് കുറേ നേരം അവിടെ നിന്ന് കണ്ടു. അപ്പോഴത്തേക്കും ഭയങ്കര വെയിൽ കേട്ടോ, നമുക്ക് ഒട്ടും പറ്റുന്നില്ല. അപ്പം നമ്മൾ കുറച്ച് നേരം ചേട്ടൻ കാർ കൊണ്ടുവന്ന് പിന്നെ നമ്മൾ കുറച്ച് നേരം ഇത് അറ്റത്തൊക്കെ ഇരുന്ന് കണ്ട് ഒക്കെ നല്ല വൃത്തിയെ പറ്റാൻ തുടങ്ങി. ഒരു 10 ദിവസത്തിന് മുൻപായിരുന്നെങ്കിൽ അടിപൊളിയായിരുന്നെന്നാണ് എല്ലാവരും പറഞ്ഞത്. അപ്പോൾ ഒരാൾക്ക് 100 രൂപ വെച്ചായിരുന്നു വള്ളത്തിൽ കൊണ്ടുപോയേനെ. അങ്ങനെ കണ്ടോ വെള്ളം എല്ലാം വറ്റി തുടങ്ങി. പക്ഷെ എന്നാലും പൂവുണ്ട്. ഇതങ്ങ് ഏതാണ്ട് കുറേ ഏക്കർ നിറയെ ഇത് തന്നെയാണ് കാണാൻ കഴിയുന്നത്. പക്ഷേ പൂവെല്ലാം കുറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ഈ പൂവെല്ലാം തീർന്നു കഴിയുമ്പോൾ ഇവർ ട്രാക്ടർ വെച്ച് നല്ല വൃത്തിയെ ഉഴുതു മറിക്കാൻ തുടങ്ങും. അതിന് ശേഷം അവിടെ നെല്ല് നടും. അപ്പം ഞാനും അമ്മാളും കൂടെ ഭയങ്കര വെയിൽ എന്നിട്ട് ഒരു താഴത്തൂടെ എല്ലാവരും ഇങ്ങനെയാണ് പോകുന്നത്. താഴത്തൂടെ ഇറങ്ങി ഈ കണ്ടത്തിൽ കൂടെ നടക്കാൻ തുടങ്ങിയപ്പോഴാണ് എൻ്റെ ദൈവമേ ചെളി കൊണ്ട് ചെരുപ്പൊക്കെ മേളി ഊരിയിട്ടേക്കുക. ചെളി കൊണ്ട് നമ്മുടെ എല്ലാം താഴോട്ടങ്ങ് പൊതിഞ്ഞു പോകുന്നു. അതുപോലെ തന്നെ നല്ല തെറ്റിലുണ്ട് കേട്ടോ. ഒന്നും ശ്രദ്ധിച്ചില്ലെങ്കിൽ പോയി ആ കണ്ടെത്തി വീണത് തന്നെ. അങ്ങനെ പിന്നെ എനിക്ക് അമ്മാളുവിനെ പിടിക്കണം, ക്യാമറ പിടിക്കണം, അങ്ങനെ ഭയങ്കര പാടായിരുന്നു. അവൾക്ക് ഭയങ്കര പേടിയും ഉണ്ടായിരുന്നു. അതുപോലെ ചെളി കാലേ പറ്റുമ്പോൾ അവൾക്ക് ഭയങ്കര ഇറിറ്റേഷൻ. കണ്ട ഓരോ അമ്മമാർ കുഞ്ഞുങ്ങളെയും കൊണ്ട് വരുന്നത്. ഈ കണ്ടത്തിൻ്റെ ഈ വരമ്പൊന്ന് പൊട്ടിച്ചു കിട്ടിയപ്പോണ്ട് എനിക്ക് തോന്നുന്നു അപ്പുറത്തോട്ടും ഇപ്പുറത്തോട്ടും വെള്ളം പോകാൻ വേണ്ടിയായിരിക്കും. അപ്പോൾ നമ്മൾ അതിനകത്ത് ഇറങ്ങുമ്പോഴും നമ്മുടെ കാലങ്ങ് പൊതിഞ്ഞു പോകും. അങ്ങനെ ഭയങ്കര പാട് വെട്ടി ഞങ്ങൾ കുറച്ച് ദൂരമൊക്കെ പോയി. അങ്ങനെ കുറേ പൂവൊക്കെ പിച്ചി. ഇതിൽ നല്ല ഭംഗിയായിരുന്നു കേട്ടോ കാണാൻ. നല്ല ചുമന്ന അമ്പലും പിന്നീട് കുഞ്ഞി നക്ഷത്രം പോലുള്ള വെള്ള അമ്പലും പിന്നീട് വെള്ളയും പിങ്കും കൂടെ ചേർന്ന ഒരു കളറുള്ള അമ്പലം, അങ്ങനെ കുറേ ഉണ്ട്. നല്ല വെയിലാണ് കേട്ടോ, അതൊന്നും വകവെച്ചില്ല ഞങ്ങൾ. എന്നിട്ട് കുറേ ഫോട്ടോ ഒക്കെ എടുത്ത് പൂവൊന്നും പിച്ച് ഫോട്ടോ എടുക്കാൻ പറ്റത്തില്ല, കണ്ടെത്തി വീഴത്തില്ല എന്നുള്ള രീതിയിൽ അമ്മാളുവിൻ്റെ മുഖം കണ്ടാൽ തന്നെ അറിയാം നല്ല പേടിച്ച് നിന്ന് ഞങ്ങൾ ഫോട്ടോ എടുക്കുന്നത്. അപ്പം ഞാൻ അമ്മാളുവിൻ്റെ അടുത്ത് പറഞ്ഞു നമുക്ക് തിരിച്ചു വരുമ്പോൾ കുറച്ച് പൂ പിച്ചാൽ അങ്ങോട്ട് നമുക്ക് കുറേ നടന്ന് നോക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ അവിടെ ചെന്നപ്പോൾ അവിടെ ഉള്ളവർ പറഞ്ഞ് കൊച്ചിനെയും കൊണ്ട് വരണ്ട, അവൾക്ക് ഭയങ്കര പേടിയില്ലേ, തെന്നി വീഴാനുള്ള സാധ്യതയുണ്ട്. പിന്നീട് ഞങ്ങൾ കുറച്ചുകൂടെ അങ്ങോട്ട് കണ്ടെത്തി കൂടെ നടന്നു ഫോട്ടോ എടുക്കാൻ വേണ്ടി പോവുക കേട്ടോ. പിന്നെയും വിചാരിച്ച് വേണ്ട പോണ്ട, ആ ഫോട്ടോ എടുക്കുമ്പോൾ കണ്ണൊന്നും തുറക്കാൻ വയ്യ, നല്ല വൃത്തി പൊളിക്കുന്നു. അപ്പോൾ ഇതാ കരയിൽ നിന്ന് ചേട്ടനും അമ്മയ്ക്ക് എങ്ങനെയോ ഒരു പൂ കിട്ടി, ആരേണ്ട കയ്യിൽ നിന്ന് ചോദിച്ച് വാങ്ങിയതാന്ന് തോന്നുന്നു, അല്ലാതെ അവിടെ നിന്ന് താഴെ ഇറങ്ങിപ്പിച്ചാനൊന്നും പറ്റത്തില്ല. അപ്പോൾ അമ്മയും ചേട്ടനും കൂടെ വിളിക്കുക ബാ വെയില് ബാ എന്നും പറഞ്ഞ് ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുന്നു. ആ അടുത്ത് പൂക്കളൊക്കെ നിപ്പോട്ട് കേട്ടോ. ഭയങ്കര ആരോഗ്യമാവത്തുങ്ങൾക്ക്, നമുക്കൊന്നും പിച്ചാൻ പോലും കഴിയത്തില്ല. കാരണം എന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നു വേരൊക്കെ അങ്ങ് താഴോട്ട് ആഴ്ന്ന് നിൽക്കില്ലേ, നമ്മൾ ഇങ്ങനെ അങ്ങോട്ട് എത്തുമ്പോഴത്തേക്കും നമ്മുടെ കാലം അവിടെ അങ്ങ് പൊതിഞ്ഞു. അതാ ഈ കൊടും വെയിലത്ത് നിന്ന് കുറച്ചു നേരം പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ചു. അപ്പം നിങ്ങൾ വിചാരിക്കും എനിക്ക് പ്രാന്താണെന്ന്. പക്ഷെ എന്തോ ചെയ്യാൻ, നമ്മൾ ആദ്യമായിട്ട് ഇങ്ങനെ കാണുമില്ല, നമ്മുടെ നാട്ടിലങ്ങ് ഈ ചുമന്ന ആളുള്ള കാണത്തില്ലല്ലോ. അങ്ങനെ എന്നാലും വേണ്ടിയില്ല, കരിഞ്ഞാലും കുഴപ്പമില്ല എന്ന് വിചാരിച്ച് കുറേ നേരം നിന്നപ്പോൾ കണ്ടോ ഒരു മുട്ട ഇരിക്കുന്നത്. അപ്പോൾ പൂവൊന്നും ഇല്ല, എങ്കിൽ മൊട്ട്. കാരണമെന്ന് വെച്ചാൽ അപ്പോൾ എനിക്ക് തോന്നി ഈ മുട്ട നല്ലതെന്ന് തോന്നി, ഈ പൂവൊക്കെ പിടിച്ചുന്നവർ വെറും മണ്ടന്മാരാന്ന് തോന്നുന്നു. കാരണമെന്ന് വെച്ചാൽ കുറേ കഴിയുമ്പോഴത്തേക്ക് ഈ പൂ അങ്ങ് വാടിപ്പോകും. അതിലെല്ലാം മുട്ട ആകുമ്പോൾ കൊണ്ടുവന്ന് നമ്മുടെ വീട്ടിൽ കൊണ്ടുവന്ന് വെള്ളത്തിൽ ഇട്ട് കഴിഞ്ഞാൽ രാത്രി ചന്ദ്രനെ കാണുമ്പോൾ ഇതിങ്ങനെ വിരിഞ്ഞു വരും. അപ്പോൾ അത് കാണാനില്ലേ രസം. ഈ പൂ കൊണ്ടുപോയിട്ട് ഒരു കാര്യമില്ലല്ലോ, അല്ലാതെ പൂ കിട്ടാഞ്ഞിട്ടൊന്നും അല്ല കേട്ടോ. അങ്ങനെ ഞങ്ങൾ കണ്ടത്തിൽ വെയിൽ കൊള്ളുന്ന സമയം നോക്കി, അല്ലാതെ ആസ്വദിക്കുന്ന സമയമൊന്നും പറയാൻ പറ്റത്തില്ലല്ലോ, വെയിൽ കൊള്ളുന്ന സമയം നോക്കി ചേട്ടാ അവിടെ എല്ലാം ഇങ്ങനെ വീഡിയോ എടുക്കാനായിട്ട് പോയത്. അപ്പോൾ കുറേ ബോട്ടൊക്കെ കിടക്കുന്നു, ബോട്ടിനകത്ത് നമുക്ക് പോവാം. അപ്പോൾ ഇവിടെ ഇങ്ങനെ അറ്റം വന്ന് ചോദിച്ചപ്പോൾ ഇവർ പറഞ്ഞ് 700 രൂപയ്ക്കൊക്കെ നമ്മളെ കൊണ്ടുപോകണമെന്ന്. പക്ഷെ ഭയങ്കര വെയിലായതുകൊണ്ട് 1.5 മണിക്കൂറത്തെ യാത്ര. അപ്പോൾ അമ്മാളുവിനോട് ചോദിച്ചപ്പോൾ അമ്മാളു പറഞ്ഞ് അമ്മാളു വരുന്നില്ല, അമ്മാളുവിന് എങ്ങനെയെങ്കിലും ഒന്ന് വീട്ടിൽ പോയാൽ മതി. അങ്ങനെ പിന്നെ നമ്മൾ വിചാരിച്ചു എന്നാൽ അവൾ വരുന്നില്ലല്ലോ, അവൾ ഭയങ്കര നിർബന്ധം വീട്ടിൽ പോകണമെന്ന് തന്നെ പറഞ്ഞ് ഭയങ്കര നിർബന്ധം. അപ്പം നമ്മൾ വിചാരിച്ചു എന്നാൽ പോകണ്ടെന്ന് വിചാരിച്ച്. പക്ഷേ എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു കേട്ടോ, കരിഞ്ഞാലും വേണ്ടിയില്ല ആ അമ്പൽപ്പൂക്കളെങ്കിലും ഒന്ന് കാണണമെന്ന്. റൂഫുള്ള ബോട്ടായിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു, ഇതുപോലെ ഒന്നിലും റൂഫില്ലായിരുന്നു. തീയിൽ കുരുത്തത് വെയിലത്ത് പാടില്ല എന്നുള്ള രീതിയിൽ ഇത്ര വെയിൽ കൊണ്ടാലും ഞാൻ കരിയത്തില്ല എന്നുള്ള ദൃഢനിശ്ചയത്തോടെ മനസ്സിനെ പാകപ്പെടുത്തി അമ്മയും കൈക്കുഞ്ഞിനെയും അങ്ങോട്ട് മാറ്റി നിർത്തിയിട്ട് പാടാണ് പോകാനായിട്ട് ഞാൻ കാണിച്ചു കൊടുക്കുകയാണ്. ഞാൻ കണ്ടെത്തി തന്നെ നടന്ന്, അമ്മാളും ഇങ്ങി മാറി നിന്ന്. അപ്പം ഞാൻ അമ്മാളുവിൻ്റെ അടുത്ത് പറഞ്ഞു ഞാൻ ഒന്നുകൂടെ പോയി ഒന്ന് കറങ്ങിയിട്ട് വരട്ടെ എന്ന് പറഞ്ഞു. ആ തക്കം നോക്കി അമ്മാളും എന്തോ ഇതിപ്പോൾ അതൊക്കെ അങ്ങ് കരയിൽ കയറാനുള്ള പ്ലാനായിരുന്നു കേട്ടോ. എന്നിട്ട് അവൾ രക്ഷപ്പെട്ടേ എന്നുള്ള രീതിയിൽ ഓടി. അതിനുശേഷം ഇടയ്ക്കിടയ്ക്ക് എന്നെ ഒന്ന് തിരിഞ്ഞു നോക്കുന്നുണ്ട്, ഞാൻ നോക്കുന്നുണ്ടോ എന്നുള്ളത്. നോക്കുന്നില്ലെങ്കിൽ അവൾ പിന്നെയും നടക്കും, പിന്നെയും അവൾ അവിടെ നിന്നിട്ട് എന്നെ ഒന്നുകൂടെ ഒന്ന് നോക്കും. അങ്ങനെ എന്തായാലും ആദ്യം തന്നെ അമ്മാളും കരയിലെത്തി കഴിഞ്ഞിട്ട് എന്നെ അവൾ അവിടെ നിൽക്കുന്നില്ല, പോവാമെന്നും പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ എന്നെ കിടന്ന് വിളിക്കുക, അമ്മി ബാ എന്നും പറഞ്ഞ്. ഞാൻ പറഞ്ഞു വരാം മോളെ, 2-3 പൂവും കൂടെ പിച്ചേട്ടെന്ന്. പിന്നെ അതാ ഇവിടെ നല്ലൊരു കായൽ, ഈ കായലിൻ്റെ അങ്ങോട്ട് പോകുമ്പോൾ തന്നെയാണ് ഈ പൂക്കളല്ല. അപ്പോൾ ഈ കായലിൻ്റെ അവിടെ കരയിൽ വന്ന് നിന്നാണ്, അവിടെ ചെറിയൊരു പാലമുണ്ട് കേട്ടോ. പക്ഷെ നല്ല രസമുണ്ട്, അപ്പുറവും ഇങ്ങനത്തെ ആ ബോട്ട് ആൾക്കാർ പോകുന്നതാണ് കേട്ടോ.
ഇതേപോലെ അവരുടെയൊക്കെ കയ്യിൽ നല്ല പൂവുകളുണ്ട്. അപ്പോൾ കുറച്ച് നേരം ഒന്ന് മഴക്കോള് പോലെ വന്നു. അപ്പം ഞാനൊന്ന് ആശ്വസിച്ച്, ദൈവമേ വെയിലങ്ങ് മങ്ങിയിരുന്നായിരുന്നെങ്കിൽ എങ്ങനെയെങ്കിലുമൊക്കെ ഒന്ന് പോയി കുറേ പൂക്കളൊക്കെ ഒന്ന് പിച്ചായിരുന്നെന്ന്. പക്ഷേ നടന്നില്ല, പെട്ടെന്ന് തന്നെ വെയിൽ വന്ന്. പിന്നീട് ഈ കണ്ടത്തിലിറങ്ങിയവരെല്ലാവരും ദാ ഇവിടെ വന്ന് നിന്നാൽ കാല് കഴുകുന്നത്. ഇച്ചിരി ആഴമൊക്കെ ഉണ്ട്. തുണി കഴുകുന്നതൊക്കെ ഈ വീടുള്ളവരൊക്കെ തുണി കഴുകുന്ന ഇവിടെ നിന്നാണ്. അപ്പോൾ ചേട്ടൻ ഇങ്ങനെ നോക്കിയിട്ട് ഞങ്ങളുടെ പറഞ്ഞു അവിടെ അല്ലാതെ പൈപ്പും ഒന്നുമില്ല. ചേട്ടൻ പറഞ്ഞ് ബാ നമുക്ക് ദാ ഇവിടെ കൊണ്ടുപോയി കാല് കഴുകാമെന്ന് പറഞ്ഞ്. അങ്ങനെ ഞാനും അമ്മാളവും ചെന്ന്, അമ്മാളൊരു പിന്നെയും പേടി അതിനകത്ത് ഇറങ്ങാനായിട്ട്. എന്നിട്ട് തിരിച്ചു വന്ന വഴിയിൽ ഞാൻ പറഞ്ഞു എനിക്കിതിൻ്റെ ഒരു തൈ വേണം. നമ്മൾ തൈ വാങ്ങാതെ എങ്ങനെയാണ് വരുന്നത്. അങ്ങനെ ഒരു തൈക്ക് 50 രൂപ വെച്ച് അങ്ങനെ ഞങ്ങൾ 2 തൈ വാങ്ങി 100 രൂപയ്ക്ക്. അപ്പോൾ ആ ചേച്ചി ചോദിച്ച് വെള്ള വേണമെന്ന്. ഞാൻ പറഞ്ഞു വെള്ള വേണ്ട. പിന്നെ അങ്ങനെ 2 തൈ വാങ്ങി. പിന്നീട് സെക്കൻഡ് പാർട്ട് വരുന്നുണ്ട്, അതുകൂടെ കാണണേ. അത് കോട്ടയത്തെ തന്നെ കുറേ കാഴ്ചകളും കൂടെ വേണം. ഓക്കെ, ബൈ ബൈ. അടുത്ത വീഡിയോ ആയിട്ട് പിന്നെ കാണാം.